പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് പൂർണ്ണമായും ഇറാൻ അടച്ചുപൂട്ടിയ ഹോർമൂസ് കടലിടുക്ക് 10 ദിവസത്തേക്ക് പൂർണ്ണമായും തുറന്നു നൽകുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലെബനനെയും കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏർപ്പെടുത്തിയ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുന്നതിന് വരെ, അതായത് അവസാനിക്കുന്ന ആ ഒരു ദിവസം വരെ ഹോർമൂസ് തുറന്നു കിടക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും താൽക്കാലിക വെടിനിർത്തൽ അംഗീകരിക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതായത് ഇത്തരത്തിൽ ഹോർമൂസ് തുറന്നു നൽകുമെന്ന അറിയിപ്പ് പോലും നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന്മേൽ ട്രംപ് ഏത് തരത്തിലുള്ള നടപടിയാകും സ്വീകരിക്കുക എന്നതിൽ ഇപ്പോൾ ഒരു വ്യക്തതയും വന്നിട്ടില്ല. എല്ലാവരും ഇപ്പോൾ വലിയൊരു ആശങ്ക നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വാർത്ത സ്വീകരിക്കുന്നത് എന്നതാണ് മാധ്യമങ്ങളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലെടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായി തന്നെ പൂർണ്ണമായും തുറന്നു കൊടുക്കും എന്നതിന്റെ ഇറാന്റെ പ്രഖ്യാപനം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ നിലനിൽക്കുന്ന ബാക്കി സമയത്ത് എല്ലാ വാണിജ്യ കപ്പലുകൾക്കും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര പൂർണ്ണമായും അനുവദനീയമായിരിക്കും എന്നതാണ് അരാക്ചി അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ ഹോർമൂസ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ നേരത്തെ അറിയിച്ചിട്ടുള്ള ആ ഒരു പാതയിലൂടെ ആയിരിക്കണം കപ്പലുകൾ സഞ്ചരിക്കേണ്ടതെന്നതും ഇവിടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതായും കപ്പലുകൾക്ക് കടന്നു പോകാൻ തയ്യാറാണ് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിന് അദ്ദേഹം ഇറാന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. ലെബനനും ഇസ്രായേലിനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മേഖലയിലെ സംഘർഷങ്ങളിൽ അയവ് വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയ്ക്ക് വലിയ ആശ്വാസമേകുമെന്ന് തന്നെ അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല, തുർക്കിയിൽ നടന്ന അറ്റ്ലാന്റിയ ഡിപ്ലോമസി ഫോറത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലെബനൻ മുതൽ ചെങ്കടൽ വരെ നീളുന്ന എല്ലാ സംഘർഷ മേഖലകളിലും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നതാണ് ഇറാന്റെ നിലപാടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം ഭാഗികമായി നിർത്തുന്നതിനോട് തന്നെ ഇറാൻ യോജിക്കുന്നില്ല. എന്നാൽ മേഖലയിൽ സംഘർഷം എന്നേക്കുമായി തന്നെ അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് ഇറാന്റെ പ്രാദേശിക ജല അതിർത്തിക്കുള്ളിലാണെങ്കിൽ പോലും ചരിത്രപരമായി അതെല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടുണ്ടെന്നും മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയും ഇസ്രായേലുമാണ്. ഇവരുടെ നടപടികൾ ആഗോള വ്യാപാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കാമെന്നും സായിദ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.